പേടിക്കണ്ട വാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കഴിഞ്ഞോ? നിൽക്ക്. കുഴപ്പമില്ല, പോയിക്കോ. ഷോക്ക് അടിച്ച വേദനയുണ്ടോ? രാവിലെ ഗുളിക കഴിച്ചായിരുന്നോ? ചെറിയ കയ്പൊക്കെ കാണും, സാരമാക്കണ്ട. അസുഖം മാറണ്ടേ? വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട. രാവിലെ ഭാര്യ വന്നിട്ട് എന്തുകൊണ്ടെന്നു? അവളെ ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. കിടന്നു. ഗുഡ് മോർണിംഗ് സാർ. എണീറ്റ് നടക്കരുന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അവിടെ പോയി കിടക്ക്. പോയി കിടക്കാൻ. ഇനി ഇങ്ങനെ നടക്കണത് കാണട്ടെ ഞാൻ. അപ്പൊ കാണിച്ചു തരാം. കിടന്നോ? അപകടം, അപകടം. എവിടെ? അവിടെ പോയി കിടക്കാൻ. അമിതാഭ് ബച്ചൻ എറണാകുളത്ത്. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ, ഇരിക്കൂ. ആർക്കാ? ഇവനാ, വേണു. എന്റെ അനിയനാ. ഞങ്ങൾ 12 പ്രദേശ, ഏറ്റവും ഇളയവനായവൻ. മാതൃകാ കുടുംബമാണല്ലോ. 11 പേരും ഗുസ്തിക്കാരാ. പക്ഷെ ഇവന് താല്പര്യം സംഗീതത്തിലാ. എത്ര നാളായി തുടങ്ങിയിട്ട്? 8 വർഷമായി. 8 അല്ല, 10. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ. ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. എപ്പോഴാ പഠിച്ചു തുടങ്ങുന്നത്? എന്ത്? സംഗീതം. നാളെ മുതൽ പഠിച്ചു തുടങ്ങാം, അല്ലേ ഡോക്ടറെ? ഡോക്ടറോ? സംഗീത കോളേജിൽ എന്തിനാ ഡോക്ടർ? അതെ, സംഗീതവും വൈദ്യശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. വൈദ്യനാഥ ഭാഗവതർ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വശമില്ല. പുള്ളിക്കാരൻ അതിപ്രഗത്ഭനായ സംഗീതജ്ഞനും അതിവിദഗ്ധനായ വൈദ്യരുമായിരുന്നു. അല്ലേ ഭാഗവതരെ? അല്ലേടോ ഡോക്ടറെ? അമീൻ, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? യു ടേക്ക് ഹിം ടു ഷോക്ക് റൂം. ഒന്ന് തുറന്നോട്ടെ. വാ. വേണ്ട, തോളെ കയറല്ലേ. ഇതാണ് നമ്മുടെ ബെഡ്. നമ്മുടെ അല്ല, നിമ്മടെ. എന്തേ? അത് വേണ്ട.
പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു, കേശവൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ആ. നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ വേണു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എങ്കിലും എല്ലാവരും അവരുടെ ബെറ്റിപ്പിൽ കിടക്കണം. ഗോ. കിടതക. എങ്കിലും എന്നോ മലാൾക്കു താമസിക്കലിൽ ആ താനീ വന്നേ. ഇതിന്റെ ഒപ്പിടൂ. ആ പിന്നെ പേഷ്യന് ചെലവുള്ള കാശ് നാളെ തന്നെ എത്തിക്കണം. ഓ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഇവനെങ്ങാനും വട്ടു വന്നാലുള്ള അവസ്ഥയെ എന്റെ അല്ലോ. മോനെ ഇവിടെ ദേ ഒന്നിങ്ങോട്ട് വന്നേ. ഞാനല്ലേ വിളിക്കുന്നത്, വാ. മോന്റെ പേരെന്താ? ബാലൻ. കണ്ടാലും ഒരു ബാലിനെ പോലെ തന്നെ. എന്റെ പൊന്നുകൂടി വാതിലൊന്നും തുറന്നേ. ഇല്ല, ആരുമില്ല. മോന് നല്ല തടിയുണ്ടല്ലോ. ഈ പൂട്ടങ്ങ് പുളിക്ക്. എടാ തടിയാ, തെണ്ടി, എടാ കഷണ്ടി, തുറക്കണ വന്ന്. എടാ കള്ള കഷണ്ടി, നിന്നെ ഒരിക്കൽ എന്റെ കയ്യെ കിട്ടൂടാ. അന്ന് നിന്നെ ഞാൻ ആഹാ. അതെന്താടോ 3 പേർക്കും ഒരേ സമയത്ത് ഒരു തലകറക്കം? പതുക്കെ പറ ഡോക്ടറെ, അമ്മയും കേക്കും. ഞങ്ങൾക്ക് ഡോക്ടറോട് ഒരു രഹസ്യം പറയാനുണ്ട്, അതുകൊണ്ടൊരു കള്ളം പറഞ്ഞതാ. അപ്പൊ തലകറക്കം ഇല്ല? ഇല്ല. പിന്നെന്താ? എന്താന്ന് വെച്ചാ പറയടോ. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് പോണായിരുന്നു. എറണാകുളത്തോ? എന്തിനാ? കാണാൻ. ഓ, കാണാൻ, കണ്ടുപിടിക്കാൻ, സ്റ്റഡി ടൂർ. ഭ്രാന്താസ്പത്രി കിടക്കുന്ന ഒരു തൽക്കാലം ഇപ്പൊ പോണ്ട. അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കാൻ. ഞാൻ ഇവിടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഈ അസുഖമുള്ളവരെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? ഓ, ഡോക്ടർ പറയുന്നതിലും കൂടുതൽ ഗുളിക കറക്റ്റ് സമയങ്ങളിൽ ഞാനല്ലേ കഴിക്കുന്നുള്ളൂ. അതെ അതെ. ഡോക്ടർ പുറത്തു പോകുമ്പോ ഞാൻ രോഗികളെ ചികിത്സിച്ച് സഹായിക്കുന്നില്ലേ? ഉണ്ടുണ്ടുണ്ട്. ഇതൊക്കെ തന്നെയാ ഇതിന്റെ ലക്ഷണം. ആദ്യം അസുഖം 100% ഭേദമാവട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അറിയിക്കും. വീട്ടിൽ നിന്ന് ആള് വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അവരുടെ കൂടെ എറണാകുളത്തോ എരുമേലിയിലോ എവിടെ വേണമെങ്കിൽ പോയിക്കോ. അമീനെ, ഇവരെ തൽക്കാലം സെല്ലി കൊണ്ടുപോയിട്. പോ 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 പോ. അല്ല, തലകറക്കൊക്കെ മാറിയാ? എറണാകുളത്ത് പോണോന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ പറയൂലേ പറ്റൂലെന്ന്. ആ വേഗം നടക്ക്. ആ ദേവരണം പുറത്തിറങ്ങിയേക്കണ്. ഇതെന്ത് പണ്ടാരാണ്? ജമിനി സർക്കസാ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കട്ടെ. 2-3 പേരെ ഒരുമിച്ച് പുറത്ത് കണ്ടാ പിന്നെ എനിക്കാ ജോലി. നിക്ക്. ഹലോ, അമിതാഭിനെ കാണാനുള്ള അവസാനത്തെ അവസരമാണിത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ? അയാൾ വിടണ്ടേ? അയാള് വിട്ടില്ലേലും നമുക്ക് പോയി കാണാം.